ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഏതാണ്? ഇഗ്നു ആണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലേ. പക്ഷേ ഈ ഒരു ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് മിസ്സേ നമുക്കത് മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ കോഴ്സുകൾ നമുക്ക് മലയാളത്തിൽ അവൈലബിൾ ആണോ എന്ന ഒരുപാട് ചോദ്യം പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോസ്റ്റ് പ്രോബബ്ലി ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ അതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും അതിൽ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജിൽ അത് എഴുതാൻ വേണ്ടി പറ്റും എന്നതിനെ കുറിച്ച് ഓരോ കോഴ്സ് ഡീറ്റെയിൽസിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ BA മലയാളമൊക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്നാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി എന്താണ്, ദേ നീഡ് ദ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ മലയാളം ലാംഗ്വേജ് അല്ലെ. അപ്പൊ ഇത്തരത്തില് ചില സെർട്ടൈൻ സബ്ജക്റ്റുകൾക്ക് മേ ബി മലയാളം എന്താണ് അപ്രൂവ്ഡ് ആണ്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഇഗ്നു യൂണിവേഴ്സിറ്റി അതൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു കോമൺ പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രിഫറൻസ് എപ്പോഴും കൊടുക്കുന്നത് ഇംഗ്ലീഷിനാണ്. അപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റിലാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അധികവും മോസ്റ്റ് പ്രോബബ്ലി എക്സാം എഴുതാനുള്ള അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് വരുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മതിയാവും. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ പിന്നീട് ഹിന്ദിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ സമയത്ത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ കോമൺ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. സോ യു ക്യാൻ റൈറ്റ് എക്സാം ഇൻ ഇംഗ്ലീഷ് ഓർ ഇൻ ഹിന്ദി. പക്ഷെ നമ്മൾ അത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് തിരഞ്ഞെടുക്കണം, നമുക്ക് ഏത് സബ്ജക്റ്റിലാണ് അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് എഴുതേണ്ടത്. ബട്ട് ചില കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യു ക്യാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ ഇൻ മലയാളം. പക്ഷെ പ്രശ്നം എന്താണ്, കമ്പാരിറ്റീവ്ലി ഇഗ്നുവിന്റെ സിലബസ് ഭയങ്കര ടഫാണ്, നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ന്യൂസ് പല ഭാഗത്തു നിന്നും കേൾക്കാറുണ്ട്. അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്ന കുട്ടികൾക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇഗ്നുവിന്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ നൽകുന്നുണ്ട്. യെസ്, ഞാനിപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഏത് ടഫ് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മുടെ ഫാക്കൽറ്റി വെൽ ട്രെയിൻഡ് ആണ്. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, കേരളത്തിൽ തന്നെ ആദ്യത്തെ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്ന BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA സൈക്കോളജി ഇങ്ങനെ തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് മലയാളത്തിലും തരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇഗ്നു എങ്ങനെ എഴുതാം, ഇഗ്നുവിൻ്റെ എക്സാംസ് എങ്ങനെ എഴുതാം, ഏത് പാറ്റേണിൽ എഴുതാം എന്നുള്ള കൺഫ്യൂഷൻ ആർക്കും വേണ്ട. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇഗ്നുവിന്റെ ക്ലാസ്സുകൾ എങ്ങനെയാ മിസ്സേ മലയാളത്തിൽ കിട്ടുക എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടോ? ഇനിയിപ്പോൾ ക്ലാസ്സുകൾ നമുക്ക് മലയാളത്തിൽ ആവശ്യമാണ്, പക്ഷെ ഞങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ ചെറിയ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം. താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ ഇഗ്നുവിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചില കോഴ്സുകളുടെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പ്ലസ് എക്സാംസ് ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്നത് ഓരോ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ കോഴ്സ് ഫ്രെയിം ചെയ്തത് അനുസരിച്ചാണ് ഇരിക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണമെന്നാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു വെബ്സൈറ്റ് പോയിട്ട് നോക്കിയാൽ മതി. ആ വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഓരോ കോഴ്സ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സൊല്യൂഷൻസ് വേണം, മെന്റൽ സപ്പോർട്ട് വേണം എന്നൊക്കെയാണെങ്കിൽ മറക്കാതെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം